മകൻ അമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ വായിച്ച് പ്രേക്ഷകർ ബുദ്ധിമുട്ടിലാകുമെന്ന് മാത്രമല്ല എനിക്കും കൂടെ ശ്വാസം മുട്ടലുണ്ടാകുന്നു. മലപ്പുറം കൽപ്പകഞ്ചേരി എന്നാണ് ഈ വാർത്ത. ആമിന 62 വയസ്സുണ്ട്, അവരാണ് മരിച്ചത്. മകൻ മുസമ്മിൽ പോലീസ് കസ്റ്റഡിയിലായി. മകൻ മാനസിക പ്രയാസമുള്ള ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാനസിക അസ്വാസ്ഥ്യവും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും അങ്ങനെ രോഗങ്ങളുടെ ഘോഷയാത്ര ഇപ്പോൾ കേരളത്തിലുണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഗവേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ കൂടി ഞാൻ ആലോചിച്ചിരുന്നു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1:30 മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നത് ക്രൂരമായ റാഗിംഗ് എന്ന് ഗാന്ധിനഗർ SHO ശ്രീജിത്ത് 24നോട്. സാഡിസ്റ്റ് മനോഭാവമാണ് പ്രതികൾക്കുണ്ടായിരുന്നത്. പ്രിൻസിപ്പലും മറ്റു ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ലെന്ന് പറയുന്ന കാര്യവും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് SHO പറയുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലുണ്ടായത്. എന്തായാലും ആരും അറിയാതെ പോകേണ്ടിയിരുന്ന ഒരു സംഭവം പുറം ലോകം അറിയുന്ന തരത്തിലേക്ക് മാറിയതും അതുപോലെ തന്നെ അതിൽ കൃത്യമായൊരു നടപടിയെടുക്കുകയും ചെയ്തത് ഗാന്ധിനഗറിലെ SHO ആയിട്ടുള്ള ശ്രീജിത്ത് സാറിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ്. ഈ ഒരു വീഡിയോ, ആ ദൃശ്യം ആദ്യം കണ്ടത് ഒരുപക്ഷെ ശ്രീജിത്ത് സാറായിരിക്കും. സാറേ, ആ ഒരു വീഡിയോയുടെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു ആഴം, അത് ആദ്യം കണ്ടപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? 11-ാം തീയതി ആണ് ഈ പരാതി വരുന്നത്. നമുക്കൊരു ഉച്ച കഴിഞ്ഞാണ് പരാതി കിട്ടുന്നത്. പരാതി കിട്ടി ആ കുട്ടിയായിട്ട് കാര്യങ്ങൾ ബ്രീഫായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയ്ക്കാണ് ഈ വീഡിയോ കാണുന്നത്. വീഡിയോ ഞങ്ങളെല്ലാവരും കണ്ട പോലെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ടത്. വീഡിയോ കണ്ടതോടുകൂടി ഇതിനകത്ത് നല്ല ഗ്രാവിറ്റി ആയിട്ടുള്ള ഒഫൻസ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിട്ട് പ്രതികളെ അവർ രക്ഷപ്പെടുന്നതിന് മുന്നേ പിടിക്കുക എന്നുള്ളതാണ് നയത്തെ. അത് നമ്മളെടുത്തതിന് ശേഷം ഓൺ ദ വേ അവർ മൊഴി തന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. അപ്പം കുട്ടി ഒരു സറണ്ടർ ആകുന്ന രീതിയിലൊരു ഒരു വിക്ടിമിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ആയിരിക്കണം. നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ നമുക്ക് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. അങ്ങനെ ഒരു റാങ്കിൻ്റെ പേരിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. വിദ്യാർത്ഥികൾക്കിടയിൽ ഇതിൻ്റെ ഒരു വലിയൊരു മെസ്സേജ് ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പം വിദ്യാർത്ഥികളോട് സാറിന് പറയാനുള്ളത്? അത് പ്രത്യേകിച്ച് നമ്മുടെ ഗാന്ധിനഗർ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി കോളേജ്, അതുപോലെ മെഡിക്കൽ കോളേജ്, അതുപോലെ 8ഓളം വേറെ കോളേജുകളുണ്ട്. അപ്പം നമ്മൾ എല്ലായിടത്തും ക്ലാസ് നടത്തുന്നു, ആൻറ്റി റാങ്ക് കമ്മിറ്റി കൂടുന്നു. പക്ഷേ ഇത് ഇത്ര വലിയൊരു ഈ കേസ് എടുത്തോടുകൂടി എല്ലാവർക്കും നല്ല വാർത്തയായതുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കുട്ടികളത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇത്ര വലിയൊരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറുന്നതാണ്. വലിയ ശിക്ഷ കിട്ടാവുന്ന കുറ്റം തന്നെയാണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. അതെ. ശ്രീസാറിൻ്റെയും അതുപോലെ തന്നെ ഗാന്ധിനഗർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ മൂലമാണ് ആ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും കോളേജിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.